വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഗോതമ്പ് അവൽ ഉണ്ടാക്കിയാലോ? അതിനായി നമ്മളിവിടെ ഒരു 2.5 കപ്പ് ഗോതമ്പിൻ്റെ അവലാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് ക്രിസ്പായിട്ടുള്ള അവലാണ്. ബ്രാഹ്മൺസിൻ്റെ ഗോതമ്പിൻ്റെ അവൽ ആണ് ഞാനിവിടെ ഇന്ന് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ അവൽ ഉണ്ടാക്കുന്നതിനേക്കാൾ, മട്ട അവലൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി മധുരം ഈ ഗോതമ്പിൻ്റെ അവലിനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മധുരം കുറച്ച് കുറവ് ചേർത്താലും മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നാളികേരം ചെറുതായി കൊത്തിയരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ചെറുതാക്കി അരിഞ്ഞതാണ് ഇവ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നാളികേരം ചിരവിയത് കൂടി എടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും അളവ് നമുക്കിഷ്ടമുള്ളത് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കപ്പലണ്ടിയാണ് ആവശ്യം. അതിനായി ഞാനിപ്പോൾ ഇവിടെ തൊലി കളഞ്ഞിട്ടുള്ള കപ്പലണ്ടിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു ഉരുളി വെച്ച് നമുക്കതിലേക്ക് നമ്മളുടെ ചേരുവകളൊക്കെ തയ്യാറാക്കി എടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ അവൽ ഒന്ന് വറുത്തെടുക്കാം. ഇതിന് ചെറിയൊരു മുരിച്ചിൽ ഉണ്ട് എങ്കിലും നമുക്കൊന്നിതിനെ വറുത്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതിനെ വറുത്തെടുക്കാനായിട്ട്. ഉരുളിയിലൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെറിയ തീയിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ അവലും നല്ല ചൂട് തട്ടി വന്നോളും. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്കിവയെ നന്നായി ചൂടാക്കി എടുക്കാം. നന്നായി ചൂടായതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. എന്നിട്ട് ഇതേ ഉരുളിയിൽ തന്നെയാണ് ഞാൻ മറ്റു ചേരുവകൾ ചേർത്ത് ഇവ വിളയിച്ചെടുക്കുന്നതും. ഇപ്പോൾ നമ്മളുടെ അവലെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഗോതമ്പിൻ്റെ അവൽ മാർക്കറ്റിൽ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതേ ഉരുളിയിൽ തന്നെ നമ്മളുടെ മറ്റു ചേരുവകൾ തയ്യാറാക്കിയെടുക്കാം. അതിനായി നമുക്ക് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യ് ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യെല്ലാം ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല നമുക്കൊന്ന് വറുത്തെടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോവരുത്. ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നമ്മളിത് തയ്യാറാക്കാനായിട്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നെയ്യിൽ കിടന്ന് ഇവയൊന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് നമുക്ക് കിട്ടുക. നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇവ ചെറുതായി ഇവയുടെ കളറെല്ലാം മാറി തുടങ്ങും. ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിവയെ കോരി മാറ്റി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ പൊട്ടുകടലയുടെ നിറമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ കളർ മാറിയതിന് ശേഷം നമുക്കിവയെ എടുത്തു മാറ്റി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പൊട്ടുകടലയെല്ലാം തയ്യാറായിട്ടുണ്ട്. നമുക്കിവയെ എടുത്തു മാറ്റാം.
ഇനി നമുക്ക് ഇതേ ഉരുളിയിലേക്ക് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചെറുതായി അരിഞ്ഞ് വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ കളറെല്ലാം മാറി വന്നു തുടങ്ങി. ഇവയും ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങയെല്ലാം തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തൊലി കളഞ്ഞിട്ടുള്ള കപ്പലണ്ടിയാണ് ഉള്ളത്. ഇനി നമുക്ക് ഇവയും കൂടി ഒന്ന് വറുത്തെടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കപ്പലണ്ടിയുടെ കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇവയും നല്ലൊരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് കോരി മാറ്റാവുന്നതാണ്. കളറെല്ലാം മാറി തുടങ്ങി. ഇവയും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നമ്മൾ ഒന്നിച്ചിട്ട് വറുത്ത് കഴിഞ്ഞാൽ ഇവയുടെ വേവെല്ലാം പലതരത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നായി വറുത്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഉരുളി അടുപ്പിൽ വെച്ച് തന്നെ നമുക്കിതിലേക്ക് ഇനി ശർക്കര ചീവിയത് ചേർത്ത് കൊടുക്കാം. ശർക്കര നമ്മൾ ചീവിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയൊരു അല്പം വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ. ശർക്കരയൊക്കെ ഇപ്പോൾ ഉരുകി വന്നിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് നമ്മൾക്ക് ഇതിലേക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയെല്ലാം ഒന്ന് നന്നായി മെൽറ്റായി വരട്ടെ. ഏലക്കപ്പൊടിയും എല്ലാം ശർക്കരയുമായി നന്നായി ഒന്ന് യോജിച്ച് വരട്ടെ. ഇപ്പോൾ നമ്മളുടെ ശർക്കരയെല്ലാം ചെറുതായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന ഓരോന്നായിട്ടും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആദ്യം തേങ്ങ വറുത്ത് വെച്ചത് ചേർത്ത് കൊടുത്തു. കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിക്കാം. ശർക്കരയിൽ കിടന്ന് ഇവയെല്ലാം ഒന്ന് വളഞ്ഞു വരട്ടെ. എല്ലാതും ശർക്കരയും പാനിയുമായി ഒന്ന് യോജിച്ച് വരട്ടെ. ഇപ്പോൾ ഒരുവിധം ശർക്കരയെല്ലാം ഇതുമായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ അവൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ശർക്കരയെല്ലാം എല്ലാ ഭാഗത്തേക്കും അവലിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തട്ടെ. നന്നായി ഒന്ന് യോജിപ്പിക്കാം. കൈയെടുക്കാതെ തന്നെ നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലേക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. ഇത് നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ചു വയ്ക്കാവുന്നതുമാണ്. നന്നായി മുരിഞ്ഞതിനൊക്കെ ശേഷം തണുത്തതിന് ശേഷം നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ്. നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള കാരണം കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്കിതിലേക്ക് മുന്തിരിയോ ബദാമോ അണ്ടിപ്പരിപ്പോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല ഇതിൽ. നമ്മളുടെ ഗോതമ്പിൻ്റെ അവൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ.
എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതാണല്ലോ. എല്ലാം നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമുക്കിത് കൊടുക്കാം. എന്താ നമ്മളുടെ ഗോതമ്പിൻ്റെ അവൽ വിളയിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.